ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇനി ഞാൻ വന്നിട്ടുള്ളത് മിന്നുവിൻ്റെ ഫ്രണ്ട് വീട്ടിലേക്ക് വന്നതായിരുന്നു കേട്ടോ. അവൾ വന്നേക്കിന് വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിന്നു അവർ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവർ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സിങ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ താഴത്തോട്ട് പോവാണ്. ഞങ്ങൾ താഴത്തെത്തി. ഇനി ഐഫൻ എൻ്റെ ഇപ്പം കണ്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അപ്പളാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഫുഡിനുള്ള ഇതൊക്കെ റെഡിയാക്കിയായിരുന്നു. അവൾ പെട്ടെന്ന് കണ്ട് വരിക എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു ബിരിയാണി എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനെ ഒരുക്കിക്കൊണ്ട് നിൽക്കണം. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി ഞങ്ങൾ നേരെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. ഞങ്ങൾക്ക് കുറച്ചും കൂടി ആവുള്ളൂ സബ്സ്ക്രൈബ്സ് ആവാനുള്ളൂ. അപ്പോൾ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. അങ്ങനെ ഞങ്ങൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ഷിഫാണ്. അപ്പോൾ ഷിഫനൊക്കെ കണ്ട് ഇറങ്ങി. ഇപ്പോൾ ഞങ്ങൾ വെറുതെ റോട്ടിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. കുറേ വീഡിയോസൊക്കെ എടുത്തു, ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങളുടെ പാടമുണ്ടായിരുന്നു. അപ്പോൾ പാടത്ത് കൂടെ ഒക്കെ പോവാമെന്ന് പറഞ്ഞോള്. അങ്ങനെ ഞങ്ങൾ എല്ലായിടത്തേക്കും പോയി. പിന്നെ ഞങ്ങൾ ഹനിയൻ്റെ വീട്ടിൽ പോയി. പിന്നെ ഞങ്ങൾ പുഴ കാണാൻ പോയി. അങ്ങനെ ഞങ്ങൾ പുഴ കാണാൻ പോയി കൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ പുഴൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പുഴയിലെത്തി ഗൈസ്. അങ്ങനെ അവിടെ കുറേ നേരം നിന്നു. പിന്നെ അവർക്ക് ഇറങ്ങണം പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുകയൊക്കെ ചെയ്തു. പിന്നെ ലാസ്റ്റ് അവർ കുളിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ നേർച്ചപ്പാറ പറഞ്ഞ ഒരു കാഴ്ചയുള്ള സ്ഥലമുണ്ട്. അവിടെ പോയതിന് ശേഷം വന്നിട്ട് അവിടെ വന്നിട്ട് കുളിച്ചൊക്കെ ചെയ്തു. ഇപ്പോൾ അവർ കുളിച്ചിട്ടില്ല, കണ്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെ തറവാടിൻ്റെ അവിടേക്ക് പോവാണ്. അപ്പോൾ മഴ വന്നപ്പോൾ ഞങ്ങൾ ഓടുകയാണ്. മഴ വന്നപ്പോൾ തറവാട് കാണണം പറഞ്ഞു. അപ്പം അങ്ങനെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ അതിൻ്റെ അപ്പുറത്ത് തന്നെ വേറൊരു പുഴ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ പുഴയ്ക്ക് പോയി. അവിടെ വലിയ കുണ്ടില്ലാത്ത സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് അവിടെ ഇറങ്ങണം പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. ഇങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി. അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ അവൾക്ക് പിക്ക് എടുത്തു കൊടുക്കണം പറഞ്ഞു. അപ്പോൾ ഞാൻ പിക്കൊക്കെ എടുത്തു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ വീണ്ടും വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും ഞങ്ങൾ ബിരിയാണിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മയാണ് ബിരിയാണി റെഡിയാക്കിയിട്ടുള്ളത്. ഞങ്ങൾ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്പെഷ്യൽ പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ബിരിയാണി മാത്രമേ ഉണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് വരിക, അതുകൊണ്ട് ഒന്നും കൊണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പം ഞങ്ങളെല്ലാവരും പാടെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ നേർച്ചപ്പാറമ്മക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് സ്ഥലപ്പേര് അതാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കയറിയിട്ടുണ്ട്. അവർക്ക് പിക്ക് എടുക്കാനും അതുപോലെ അവിടെ കാണാൻ നല്ല വൈബാണ് കേട്ടോ. ഭയങ്കര രസമാണ് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അവിടെയൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന റോഡൊക്കെ ഭയങ്കര മോശമാട്ടോ. എന്നാലും അവരവിടെ കളിച്ച് ഒരു പരുവായിട്ട് ആകെ മണ്ണിലൊക്കെ കുളിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര ബംഗാളി ലുക്കായിരുന്നു കേട്ടോ. അത്രക്ക് ആയിരുന്നു. നമ്മൾ പാറയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഭാഗത്തും കോറികളാണ് കേട്ടോ. അതിലൊക്കെ മീനുകൾ വളർത്തുന്നുണ്ട്. അപ്പോൾ അവർ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പിക്ക് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈഡിൽ വേറൊരു കോറിയുണ്ട് കേട്ടോ. ഇവിടേക്കൊക്കെ ഒരു കാലൊന്നും തെന്നിയാൽ മതി. നല്ല ഉയർത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ശ്രദ്ധിച്ച് നിൽക്കണം കേട്ടോ. കണ്ടില്ലേ, അത്രയ്ക്ക് നല്ല കുണ്ടുള്ള ഒരു കോറിയാണ് കേട്ടോ. അവിടെ കാണാനൊന്നും കണ്ടില്ലേ, ഇവിടെ നിന്ന് നോക്കിയാൽ എത്രയോ ദൂരത്തേക്ക് കാണാം കേട്ടോ. ഇപ്പം എങ്ങനെ ഞങ്ങൾ ഫാമിലി പിക്ക് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഫാമിലിക്ക് ഇപ്പം അല്ല, ഫാമിലി പിക്ക് തന്നെ എടുത്തു കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറേ ഫോട്ടോസും കുറേ വീഡിയോസൊക്കെ എടുത്തു. ഷിസുട്ടിക്ക് നല്ല ഇഷ്ടമായിരുന്നു. പക്ഷെ അവൾ അവിടെ ഒന്നും വിടാൻ പറ്റില്ല കേട്ടോ. അതിൻ്റെ എല്ലാ സൈഡിലും കോറിയാണ്. അപ്പോൾ അവളെ കൈമൊന്നും വിടാൻ പറ്റില്ല. പക്ഷെ അവളെ വിട്ട സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ കളിക്കണത് ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടേക്ക് പോയിട്ട് പിന്നെ ആകെ
കളിച്ച് മണ്ണിൽ കുളിച്ചിരുന്നു കേട്ടോ. അവർ വീഡിയോ എടുക്കുകയാണ്. പിന്നെ ഞാൻ ഹൈഫന് കുറേ ഫോട്ടോ എടുത്തു കൊടുത്തു, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ വീഡിയോ. പിന്നെ അവിടെ നിന്ന് പോന്നിട്ട് അവിടെ ഒരു JCB ഉണ്ടായിരുന്നു. പിന്നെ അവർ അതിൽ കുറേ കളിച്ചു. പിന്നെ അതിൻ്റെ ഈ സൈഡിലായിരുന്നു കേട്ടോ പിന്നെ അവിടെ കളി ഫുള്ള്. പിന്നെ അങ്ങനെ ആകാശമൊക്കെ നോക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഞാനും ഹൈഫി അതിൻ്റെ ഉള്ളിൽ കയറി കുത്തിരുന്ന് കുറേ കളിച്ചു അങ്ങനെ. പിന്നെ ഞങ്ങൾ കളിച്ച സ്ഥലത്തോട്ട് പോയി കൊണ്ടിരിക്കുകയാണ്. ഈ പോകുന്ന സ്ഥലത്താണ് കേട്ടോ അവർ അടിച്ച് പൊളിച്ചത്. പിന്നെ ഞങ്ങൾ എന്താ ഇതിൻ്റെ താഴെയും കോറിയാണ് കേട്ടോ. നല്ല ഉയരത്തിൽ അടിയിൽ കോറിയാണ് കേട്ടോ. കുട്ടികളൊക്കെ നല്ലവണ്ണം ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെയും കോറിയുണ്ട്. ഇതിലൊക്കെ നിറച്ച് മീനുകളാണ് കേട്ടോ. വലിയ മീനുകൾ ഉണ്ടാവില്ല, ഈ വാള എന്നൊക്കെ പറയാം, കട്ടില, അങ്ങനത്തെ മീനുകൾ നിറച്ചുണ്ട്. നല്ല പറവകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആകാശം. പിന്നെ ഇത് ഫിൽറ്റർ മണ്ണിൽ ഉണ്ടാക്കുന്ന മെഷീനാണ് കേട്ടോ. അതിപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ്. അതുണ്ടാകുമ്പോൾ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഓരോ ആയിക്കോട്ടെ കല്ല്, ഓരോ ആയിക്കോട്ടെ മണൽ, അങ്ങനെയൊക്കെ പോകുന്ന മെഷീനുകളാണ് കേട്ടോ. അത് കാണാൻ നല്ല രസമാണ്. ഇപ്പം ഇറങ്ങി ചെല്ലുന്നിടത്ത് വേറൊരു കോറിയുണ്ട് കേട്ടോ. അവിടെ മൊത്തത്തിൽ എത്ര കോറി ഉണ്ടാവും? കുറേ കോറികളുണ്ടല്ലേ. അത് ഞാൻ മീൻ വരാൻ വേണ്ടിയിട്ട് ഒരു കല്ല് എന്തോ ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോഴേക്കും മീനുകൾ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ആയിക്കൊന്ന് ഇടുമ്പോഴേക്കും മീനുകൾ വന്നിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വന്ന് മറിയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ആയിരുന്നു കേട്ടോ അവർ അടിച്ച് പൊളിച്ചിരുന്നത്. കുറേ മണ്ണിലൊക്കെ ചാടി ഇവിടെ എത്തിയപ്പോൾ ആകെ ഉള്ളിൽ കൂടെ ഒക്കെ മണ്ണായി, ഫുള്ള് മണ്ണായിരുന്നു. പിന്നെ അവരെ പൊയിൽ മുക്കിയിട്ടാണ് വീട്ടിലേക്ക് എത്തിച്ചത് കേട്ടോ. അവരതിൽ കൂടെ ആകെ കളിച്ചതാക്കി. ഷീസൂട്ടി ഫസ്റ്റൊക്കെ നോക്കി നിന്നു കേട്ടോ. പിന്നെ അവളും തുടങ്ങി ആകെ മണ്ണിൽ കളി. ഒക്കെ ഹൈഫിനെ നല്ല എണ്ണം ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ. ലാസ്റ്റ് അവൾ പോയപ്പോൾ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ആകെ ചാടി. അവിടെ എത്തിയപ്പോൾ ഒന്നും ഓർമ്മ ഉണ്ടായില്ല. ഫുള്ള് വണ്ടിക്കളി, ഫുള്ള് അങ്ങനെയായിരുന്നു. എന്താ പറയുക, എല്ലാതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അവർ കാട്ടിയത് ഫുള്ളൊന്നും വീഡിയോ എടുത്തിട്ടില്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ. ലാസ്റ്റൊക്കെ അവരൊന്ന് കാണണ്ടായിരുന്നു. അതൊന്നും വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോഴേക്കും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അവർ. ഷീസൂട്ടിക്ക് ഇഷ്ടമായിട്ട് അവൾ ഉച്ചക്ക് ഉറങ്ങും പോലും ചെയ്യാതെ കേട്ടോ പോയത്. അവൾക്ക് ഉറക്കമൊന്നുമില്ല. അവിടെ എത്തി നോക്കുമ്പോൾ അവൾ എന്തൊരു സന്തോഷം എന്നറിയാം അവൾക്ക്. ഇതിൻ്റെ ഈ സൈഡിലും ഉണ്ട് കേട്ടോ വേറൊരു കോറി. ഷീസൂട്ടിയുടെ കുസൃതികളാണ് കേട്ടോ. പിക്ക് എടുക്കാൻ നല്ല വൈബാണ് കേട്ടോ. ആ പിക്കളൊന്നും ഇതിലിട്ടിട്ടില്ല. പിക്കളൊക്കെ തമ്നയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ പിക്കളൊക്കെ തമ്നയിൽ കൊടുത്തിട്ടുണ്ട്. ഷീസൂട്ടി ഇങ്ങനെ അതിൽ ഓടി കളിക്കുക കേട്ടോ. ഇങ്ങനെ കുണ്ടുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അവൾക്ക് പേടിയാട്ടോ. അപ്പോൾ അവിടെ നിന്ന് മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോകും. ഞാനവിടെ ഇങ്ങനെ പേരെഴുതാട്ടോ. അവിടെ ഇങ്ങനെ പടലിൽ പേരെഴുതാൻ നല്ല രസം തോന്നിയപ്പോൾ ഒരു പേരെഴുതിയതാണ്. കാക്കുറ്റിൻ്റെയും പേരെഴുതി നോക്കിയാണ്. ഞങ്ങൾ പേരെഴുതാനുണ്ടതിൽ വീഡിയോ ഇങ്ങനെ എടുത്തിട്ടില്ലല്ലോ. അത് കാക്കുവിൻ്റെ ഫോണിലാണ്. അവരാകെ ഫിൽറ്റർ പണലിൽ കുളിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ്
അവിടെ നിന്ന് ഞങ്ങൾ കയറി പോന്നിട്ടുണ്ട് കേട്ടോ. ഫുള്ള് വീഡിയോ ഒന്നും അവരവിടെ കാട്ടിയിരുന്നു, ഫുള്ള് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോഴേക്കും അവർ വെള്ളത്തിനൊക്കെ ദാഹിച്ച് ആകെ കുഴങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. വീട്ടിലെത്തിയിട്ട് വീട്ടിൽ കയറിയിട്ടില്ല കേട്ടോ. വീട്ടിൽ കയറാതെ അവരൊന്ന് പുഴയിൽ മുക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് പുഴയിലോട്ട് പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ പുഴയിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് അവർ കുളിച്ചതിന് ശേഷം കേട്ടോ വീട്ടിലേക്ക് ഉള്ളിലേക്ക് കയറ്റാൻ പറ്റിയ കോലല്ലായിരുന്നു, ആകെ മണലിൽ കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുഴയും തന്നെ നല്ല ഇപ്പോൾ ഇവിടെ ഇതൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് പിന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഹൈഫനെ കൊണ്ടുവരാൻ അപ്പം ഞങ്ങൾ കുളിച്ച് വന്നപ്പോഴേക്കും ഓളെ ഉപ്പ വന്നിട്ടോ. എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കണം വിചാരിച്ചതായിരുന്നു ചായക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങൾ കുളിച്ച് വരലും ഓളെ ഉപ്പച്ച് വരലും ഒപ്പമായിരുന്നു. അങ്ങനെ അവർക്ക് ഹോർലിക്സും ബേക്കറിയാണ് കേട്ടോ കൊടുത്തത്. സ്പെഷ്യലൊന്നും ഉണ്ടാക്കാൻ കൂടിയില്ല. എന്നിട്ട് പിന്നെ ഹൈഫ പോയി. കുറേ നേരം ഹൈഫ ഉണ്ടായി. അവൾ പോയപ്പോൾ എന്തോ ഒരു ഫീൽ കേട്ടോ. ഷീസൊട്ടിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമായിട്ടോ. അവളെ മുഖം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അവൾ അത്രയ്ക്ക് ഭയങ്കര ഫീലായിട്ടുണ്ടായിരുന്നു അവൾക്ക്. കണ്ടില്ലേ, ഹൈഫ പോയിട്ട് ആകെ കരയാനായി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഹൈഫൊക്കെ പോയി. നമ്മൾ വീഡിയോ ഇവിടെ നിർത്തി.